ആര്യനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആര്യന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ആര്യൻ പറയുന്നുണ്ട് ഇല്ല ബിഗ് ബോസ്, എനിക്കൊരു പ്രശ്നവും ഇല്ല. അതെന്താ ബിഗ് ബോസ് അങ്ങനെ ചോദിച്ചത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എനിക്കൊന്നും അറിയത്തില്ല. ബിഗ് ബോസ് പറയുന്നുണ്ട് ആര്യന്റെ ഗെയിമും സംസാരവും ഒന്നും മുന്നത്തെ രീതിയിലല്ല ഇപ്പം പൊക്കോണ്ടിരിക്കുന്നതെന്ന്. ആര്യം പറയുന്നുണ്ട് കുറച്ച് സമയമായിട്ട് മൈൻഡ് ഓഫ് ആയിരുന്നു, ഗെയിം മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായെങ്കിൽ സോറി ബിഗ് ബോസ്, ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല. ബിഗ് ബോസ് പറയുന്നുണ്ട് ആര്യൻ ഇഷ്ടമുള്ളതുപോലെ കളിക്കാം, പക്ഷെ അത് നല്ല രീതിയിലാണെന്ന് ഉറപ്പ് വരുത്തണമെന്ന്. ആര്യൻ പറയുന്നുണ്ട് ഓക്കെ ബിഗ് ബോസ്, പക്ഷെ ഇപ്പൊ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? എന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റെന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. ബിഗ് ബോസ് പറയും ആര്യൻ ഓക്കെ ആണോ എന്ന് അറിയാൻ വിളിപ്പിച്ചതാന്ന്. ആര്യൻ ചോദിക്കും ഓ നോർമലി വിളിപ്പിച്ചതാണോ? ഞാൻ ഓക്കെ ബിഗ് ബോസ്, ഞാൻ ചിരിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ എന്റെ ഗെയിമാണ് ബിഗ് ബോസ്, അല്ലാതെ എല്ലാരെയും പോലെ എനിക്ക് എപ്പോഴും ഇങ്ങനെ ആംഗ്രി ആയിട്ട് പോകാനൊന്നും പറ്റില്ല. എന്റെ ഭാഗത്തുനിന്ന് തെറ്റായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി സോറി, ഇനി ഓവറായിട്ട് ഒന്നും പറയാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. ബിഗ് ബോസ് പറയും ഇതിൽ തെറ്റൊന്നുമില്ല, ആര്യനെ കണ്ടപ്പം ആര്യൻ ആരോടെങ്കിലും സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച പോലെ തോന്നി, അതുകൊണ്ടാ വിളിപ്പിച്ചത്. ആര്യൻ പറയും എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് ബിഗ് ബോസ്. ആര്യം വിചാരിച്ചു വീട്ടുകാരോടായിരിക്കും. ബിഗ് ബോസ് പക്ഷേ ബിഗ് ബോസിനോട് സംസാരിക്കുന്നതായിരിക്കണം ഉദ്ദേശിച്ചത്. ബിഗ് ബോസ് പറയുന്നുണ്ട് കൂടുതൽ നമുക്കിനി പിന്നീട് സംസാരിക്കാം, ഇപ്പൊ ആര്യനെ പോകാന്ന്. ഓക്കെ ബിഗ് ബോസ്, സോറി ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് ആര്യൻ കൺഫെഷൻ റൂമിൽ നിന്ന് പുറത്തേക്ക് വരും. സ്വേച്ഛാധിപതികളുടെ അടിമകളായ 7 പേർക്കുള്ള ഗെയിം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവില്.